കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ കണ്ട് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ട്രാജഡികളൊക്കെ. അപ്പോൾ ഇത് ഒറ്റ ദിവസം കൊണ്ട് നടന്ന സംഭവമല്ല. കഴിഞ്ഞ 4-5 മാസമായിട്ട് ഞാൻ നല്ല ഡിപ്രഷനിലും, പലരും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ എൻ്റെ ഫ്രണ്ട്സും കൊളീഗ്സൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ എന്താ നീ വീഡിയോ ഇടാത്തതെന്നൊക്കെ. അപ്പോൾ അവരോടൊക്കെ ഞാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുള്ളൂ. ആസ് എ ഇൻഫ്ലുവൻസർ എനിക്കിത് വീഡിയോ ഇട്ട് ഇടേണ്ടി വരും. കാര്യം നമ്മുടെ സൊസൈറ്റിയിലും ഉണ്ടാകുന്ന മറ്റ് ഹാംഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബാധിക്കരുത്, ആരും പറ്റിക്കപ്പെടരുത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പൊതുവെ വീഡിയോ ഇടാറുള്ളത്, അല്ലെങ്കിൽ ട്രോള് ഒക്കെ. സോ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, കാരണം നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മളെ ചതിച്ചിട്ട് പോകുമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ പോകുന്ന നിമിഷം വരെ നമ്മളവരെ ട്രസ്റ്റ് ചെയ്തിരിക്കും. മനസ്സിലായോ? പല വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന്. അതൊക്കെയാണ് ഇവരുടെ എപ്പോഴും ഉള്ളൊരു പിടിവള്ളി. നമ്മളെ അതുപോലെ പറഞ്ഞ് പറ്റിച്ച് വിശ്വസിപ്പിക്കും. 1 അല്ല 2 അല്ല 3 അല്ല, പല ആവർത്തി പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അവരോടുള്ള ഇഷ്ടം കൊണ്ടും നമ്മൾ പലതും വേണ്ടാതെ വെക്കും. സോ നമ്മുടെ നാട്ടിലുള്ള സൊസൈറ്റിയുടെ ചിന്താഗതി മാറ്റാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള പിള്ളേർ അനാഥരായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കുറേ ഹസ്ബൻഡുമാരെ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടും പലരുടെ ഒരു ധാരണയുണ്ട്, ഈ സൈക്കോ എന്ന് പറഞ്ഞ വാക്ക് ഹസ്ബൻഡിന് മാത്രം, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രമേ ബാധിക്കുകയുള്ളൂ എന്ന്. പെണ്ണുങ്ങൾക്കും ഇത് സ്യൂട്ടാവും. എപ്പോഴും ആണുങ്ങൾ മാത്രമായിരിക്കത്തില്ല കുറ്റക്കാർ, പെണ്ണുങ്ങളും കുറ്റക്കാരാണ്. പക്ഷേ എന്താ സംഭവിക്കുന്നത് അറിയാം? ആണുങ്ങളുടെ ഒരു കുറ്റം ഉണ്ടാകുമ്പോൾ പെണ്ണുങ്ങൾക്ക് 100 നാവെടുത്ത് എല്ലാവരോടും പറയാം. പെണ്ണുങ്ങളുടെ കുറ്റം ഉണ്ടാകുമ്പോൾ ആണുങ്ങൾ മറച്ചു വെക്കും. അതാണ് വ്യത്യാസം. ബാക്കി വരും ദിവസങ്ങളിൽ പറയാം.